നെരിപ്പോടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് നെരിപ്പോട് എന്നറിയാത്ത ഒരു ചാനൽ കയറി നോക്കിയാൽ മതി, വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ കൂടുതലായും വേദപുസ്തകത്തിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച നേതാക്കളെ കുറിച്ചൊക്കെയാണ് ധാരാളം സംസാരിക്കാറ്. പെന്തക്കോസ്ത് ദിവസം ശക്തമായി പ്രസംഗിച്ച പത്രോസ്, സഭകളെ രൂപാന്തരപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ലേഖനങ്ങൾ എഴുതിയ പൗലോസ്, അങ്ങനെ പലരും. എന്നാൽ എല്ലാവരും മുൻനിരയിൽ നിന്ന് ലീഡർഷിപ്പ് ചെയ്തവരൊന്നുമല്ല. ചിലർ ശാന്തമായി നിന്ന് പ്രവർത്തിച്ച് തീജ്വാലയില്ലാത്ത എന്നാൽ തീ കൊണ്ട് നടന്ന നെരിപ്പോട് പോലെ വലിയ പ്രസിദ്ധിയൊന്നും നേടിയില്ലെങ്കിൽ അവരുടെ സ്വാധീനം വളരെ ശക്തമായിരുന്നു. ഇന്ന് നാം അത്തരത്തിൽ ഒരാളെ പരിചയപ്പെടാനാണ് പോകുന്നത്. യേശുവിന്റെ ആദ്യത്തെ ശിഷ്യനായ അന്ത്രയോസ്. ആളുകളെ കണക്ട് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു ആൻഡ്രൂവിന്റെ ഒരു കോളിംഗ് എന്ന് പറയുന്നത്. അന്ത്രയോസിനെ നമുക്ക് ആദ്യമായിട്ട് കാണുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിലാണ്. പുള്ളിയുടെ ഗുരുവായിരുന്ന സ്നാപക യോഹന്നാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു ഇദ്ദേഹം. എന്നാൽ യോഹന്നാൻ പറയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ആൻഡ്രൂ വേറെ ഒന്നും നോക്കാതെ യേശുവിന്റെ പിന്നാലെ കൂടി. അത് അവന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. എന്നാൽ അവൻ ചെയ്തു നോക്കണേ, സ്വന്തം പേരിന് പ്രസിദ്ധി നേടാൻ ശ്രമിക്കുകയൊന്നും ചെയ്യാതെ, മറിച്ച് ഈ സഭയുടെ ധീരനായ ഏറ്റവും ശക്തനായ നേതാവിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരിക എന്നുള്ള വളരെ സിമ്പിളായ പ്രവൃത്തിയാണ് ആൻഡ്രൂ ചെയ്തത്. ആൻഡ്രൂവിന്റെ ബ്രദറായ സഹോദരനായ പീറ്ററിനെ യേശുവിനെ പരിചയപ്പെടുത്തി. അന്ത്രയോസിന്റെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് കാണാൻ കഴിയുന്ന ഒരു ഗുണമാണ് അവൻ ആരെങ്കിലും ഓരോരുത്തരൊക്കെ യേശുവിലേക്ക് കണക്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ 1000-ങ്ങൾക്ക് ഭക്ഷണം ആവശ്യമായി വന്നപ്പോൾ 5 അപ്പവും 2 മീനും ഉള്ള ബാലനെ കണ്ടെത്തിയത് ആൻഡ്രൂ ആണ്. അവൻ പ്രശ്നം പരിഹരിച്ചില്ല, അവൻ കണ്ടത് യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. യോഹന്നാൻ 12-ാം അധ്യായത്തിൽ ഗ്രീക്ക് ചില യവനന്മാർക്ക് യേശുവിനെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അവരെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് ആൻഡ്രൂ ആണ്, അന്ത്രയോസാണ്. അന്ത്രയോസിന്റെ ലക്ഷ്യം പൊതുവേദിയിൽ പ്രസംഗിക്കുകയല്ലായിരുന്നു, മറിച്ച് മറ്റുള്ളവരെ ക്രിസ്തുവിന്റെ അടുക്കൽ കൊണ്ടുവരികയായിരുന്നു. അവൻ ഒരിക്കലും പ്രശസ്തനായിരുന്നില്ല, എന്നാൽ ഫലപ്രദമുള്ളവനായിരുന്നു. ആൻഡ്രൂവിൽ നിന്ന് ചിലത് നമുക്ക് പഠിക്കാനുണ്ട്. പ്രശസ്തിയേക്കാൾ വിശ്വസ്തത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്ത്രയോസ് ഒരിക്കലും പത്രോസിനെ മറികടക്കാൻ ശ്രമിച്ചില്ല. തന്റെ സ്ഥാനത്തിൽ അവൻ തൃപ്തനായിരുന്നു. അവന്റെ കോളിംഗ് എന്താണെന്നറിയായിരുന്നു. ചെറിയ പ്രവൃത്തികൾക്കും റിസൾട്ട് ഉണ്ട് കേട്ടോ. 5 അപ്പവും 2 മീനുള്ള ബാലിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ അവനത് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞ് ജനക്കൂട്ടത്തിൽ മറന്നുപോയേനെ. അന്ത്രയോസിന്റെ ഇടപെടൽ കൊണ്ടാണ് ആ ചെറിയ ഭക്ഷണം 1000-ങ്ങൾക്ക് വലിയൊരു അത്ഭുതമായി മാറിയത്. കണക്ട് ചെയ്യൽ തന്നെ ഒരു ശുശ്രൂഷയാണ്. ഇന്നത്തെ ലോകം വേദിയുടെയും പ്രശസ്തിയുടെയും ഒക്കെ പിന്നാലെ പോകുമ്പോൾ ആൻഡ്രൂവിനെ പോലെ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സിമ്പിൾ എക്സാമ്പിൾ ഉണ്ട്. കണക്ട് പീപ്പിൾ. യേശുവിന്റെ അടുക്കിലേക്ക് ആളുകളെ കൊണ്ടുവരിക. നമുക്കത് ചിലപ്പോൾ ഒരു തലമുറയെ മാറ്റാൻ കഴിയും. രഹസ്യത്തിലുള്ള അനുസരണം ആദരിക്കുന്നവനാണ് ദൈവം. അന്ത്രയോസ് കത്തുകൾ എഴുതിയില്ല, വലിയ പ്രസംഗങ്ങൾ നടത്തിയില്ല, പക്ഷെ അവൻ കണക്ട് ചെയ്യിച്ചവർ ലോകത്തെ മാറ്റിയവരാണ്. വലിയ എമൗണ്ട് ഓഫ് നമ്പർ ആളുകൾ ക്രിസ്തുവിനെ അറിയാനിടയായി. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നില്ല തോന്നാം. വേദികൾ പ്രസംഗിക്കുന്നില്ല, വലിയ സ്ഥാനങ്ങൾ നയിക്കുന്നവരല്ല. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നതായിരിക്കും, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുകയായിരിക്കും, രോഗികളെ സന്ദർശിക്കുന്നതായിരിക്കും, വിശ്വസ്തയോടുകൂടെ പ്രാർത്ഥിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ യേശുവിനെ കണ്ടെത്താൻ സഹായിക്കുന്നതൊക്കെ ആയിരിക്കാം. ദൈവരാജ്യത്തിൽ കൂടുതലായും പ്രശസ്തരായ ആളുകളല്ല, മറിച്ച് ശാന്തരായ നെരിപ്പോട് പോലെ ദൈവത്തെ അടുത്തറിഞ്ഞ് ശാന്തമായി ഉപയോഗിച്ചിട്ടുള്ളവരെയാണ് ദൈവം കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ളത്. കണക്ട് ചെയ്യിക്കുക എന്നുള്ളത് വലിയ ഒരു ശുശ്രൂഷയാണ്. പ്രസിദ്ധിയില്ലാത്ത, ശ്രദ്ധിക്കപ്പെടാത്ത, ശാന്തമായ എന്നാൽ വളരെ പവർഫുള്ളായ ഒരു ശുശ്രൂഷ. ദൈവം ശാന്തമായി എരിയുന്ന നെരിപ്പോടുകളെ ഉപയോഗിക്കുന്നു എന്ന് വിശ്വസിക്കുക. ആൻഡ്രൂവിന്റെ കഥ പോലെ ചരിത്രം നമ്മളോട് പറയുന്നത് പ്രശസ്തിയല്ല, വിശ്വസ്തതയാണ് പ്രധാനം. ചില നെരിപ്പോടുകളെ പോലെ ശാന്തമായി നിന്ന്, ആ ശാന്തതയിൽ നിന്ന് ഒത്തിരി തീജ്വാലയൊന്നും ഇല്ലാതെ നാം ആയിരിക്കുന്ന ആ ഇമ്പാക്ട്ഫുൾ ഏരിയയിൽ നമുക്ക് അഗ്നിജ്വാല കൊണ്ടു നടക്കാം, ആ തീ കൊണ്ടു നടക്കാം, നല്ല നെരിപ്പോടുകളായിരിക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും.